ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ധർമ്മജൻ ചേട്ടൻ്റെ ചിത്രമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഏത് ചിത്രം വരച്ചാലും ഞാൻ കണ്ണാദ്യം വരയ്ക്കും, പിന്നെ മൂക്ക്, പിന്നെ ചുണ്ട്, പിന്നെയാണ് മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വരയ്ക്കുക. അപ്പോൾ ഞാൻ ആദ്യം കണ്ണിവിടെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂക്ക് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. കുറച്ച് വീതി കൂടിയ മൂക്കാണ്, അതിൻ്റെ രീതിക്ക് വരച്ചെടുക്കാം. ഇത് ഞാൻ വലിയ ചിത്രമായിട്ടൊന്നും വരയ്ക്കുന്നില്ല, ചെറിയൊരു ചിത്രമായിട്ട് മാത്രം വരയ്ക്കുന്നുള്ളൂ. പുരുക എങ്ങനെ വരച്ചെടുക്കാം. ചെറിയൊരു വളവുണ്ട് ഇവിടെ ആയിട്ട്. ഇപ്പം മൂക്കിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഞാൻ വരച്ചെടുത്തു. ഇനി ചുണ്ട് വരച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ മുഖത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കും. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫാമിലി ഫോട്ടോസ് ആർക്കെങ്കിലും വരയ്ക്കണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൊന്ന് മെസ്സേജ് ചെയ്യണേ, നമുക്കത് വരച്ചെടുക്കാം. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ആ ഫാമിലി ഫോട്ടോസ് നിങ്ങൾക്ക് വരച്ചെടുത്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും ചിത്രരചന പഠിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ഇത് ചേർക്കാം. അപ്പോൾ മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ട് കറുപ്പിച്ചെടുക്കാം. ഇനി മുഖത്തിലെ ഓരോരോ ഭാഗങ്ങളും നമുക്ക് ഇതുപോലെ മായ്ച്ചെടുത്ത് ക്ലിയറാക്കി എടുക്കാം. ഇപ്പോൾ ധർമ്മജൻ ചേട്ടൻ്റെ ചെറിയൊരു മുഖഭാവം ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
അതുപോലെ ഞാനിവിടെ മുടി അത് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാദ്യം ഒരു കോട്ടിങ് അടിച്ചു. സിക്സ് ബി പെൻസിൽ കൊണ്ട് ആദ്യം ഒരു കോട്ടിങ് വരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മുടീൻ്റെ ഭാഗങ്ങൾ. ഇനി തൊണ്ടയുടെ ആ ഭാഗം, പിന്നെ ഇതാ കൈൻ്റെ ഷോളറിൻ്റെ ആ ഭാഗങ്ങളൊക്കെ വരച്ചെടുക്കുകയാണ്. ഇവിടെ ഈ സാരിയുടെ തലപ്പ് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. ഇവിടെ കയ്യിൻ്റെ ഭാഗങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വളവുണ്ട് കയ്യിന്, അതാണ് ഇങ്ങനെ വളച്ചെടുത്തിട്ടുള്ളത്. ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ നിൽക്കുന്നെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ വരച്ചെടുക്കുന്നത്. ഞാനൊരു ചിത്രം വരച്ചെടുക്കണമെങ്കിൽ തന്നെ 2-3 ദിവസം എടുക്കും. കാരണം ആദ്യം ഒന്ന് വരച്ച് ക്ലിയർ ആക്കിയിട്ട് പിന്നീട് ഞാൻ പിറ്റേ ദിവസം ആ ചിത്രത്തെ മാറ്റി മാറ്റി ഓരോരോ പൊസിഷനായി നിർത്തിയിട്ട് നോക്കും എവിടെയെങ്കിലും ക്ലിയർ ആകാനുണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ട് മാത്രം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇടുന്നു. അല്ലാതെ കണ്ട് പെട്ടെന്ന് വരച്ചിട്ട് ഇടുന്നതല്ല. അപ്പോൾ ചെറിയൊരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വീഡിയോയിൽ കൊടുങ്ങാനും നിങ്ങളെല്ലാവരും കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മോശം വരരുതല്ലോ. നമ്മൾ ചെയ്യുന്ന വർക്കിൽ പരമാവധി നമ്മളെ കൊണ്ടാവും വിധത്തിൽ ക്ലിയറാക്കി എടുക്കാം. അങ്ങനെ മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഞാനിവിടെ സാരിക്ക് ചെറുതായിട്ട് എൻ്റെ രീതിയിൽ മാത്രം ഞാൻ ഡിസൈൻ കൊടുക്കുന്നുണ്ട്.
ഫോട്ടോയിൽ കാണുന്ന ചെറുതായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഇവിടെ ഞാൻ ഡിസൈനായി ചേർക്കുന്നുള്ളൂ സാരിയിൽ. ഇനി കൈ ചെറുതായിട്ടൊന്ന് ഉറപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. കയ്യിൻ്റെ ഏകദേശം ഭാഗങ്ങളും കഴിഞ്ഞു. ഇനി മുഖത്തിൽ ചെറുതായിട്ട് ചെറിയ ഭാഗങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.